നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് SNDP സംബന്ധിച്ച് നമുക്കറിയാം പലതരത്തിലുള്ള വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ത് സത്യമേത് കള്ളമേതെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ പലപ്പോഴും SNDP യോഗത്തിന്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ SNDP യോഗത്തിനെതിരെ വരുന്ന കോടതി ഉത്തരവുകൾ പോലും വളച്ചുകൂട്ടി പൊടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ കേസുകളെന്നും SNDP യോഗത്തിന്റെ കേസിന്റെ ഒരു അവസ്ഥ എന്തെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ SNDP യോഗത്തിന്റെ പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്നത് ഏതാണ്ട് ഇന്നത്തെ യോഗത്തിന്റെ നേതൃത്വം വാങ്ങിക്കൊണ്ടുവന്നാൽ തിരയിലാണ് പലപ്പോഴും ഇവിടെ വാർത്തകൾ ശ്രമിച്ചുകൊടുക്കുന്നത്. ഏതാണ്ട് 1/2 നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ പൂർവികരായിട്ടുള്ള നേതാക്കന്മാർ SNDP യോഗത്തിന് 60,000-ഓളം അംഗങ്ങൾ ഉണ്ടായ ഒരു സമയമുണ്ടായി. അന്ന് SNDP യോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പോയി അനുവാദം വാങ്ങിക്കൊണ്ടാണ് ഏതാണ്ട് 1/2 നൂറ്റാണ്ട് മുമ്പ് അന്നത്തെ യോഗ നേതാക്കന്മാരാണ് നമ്മൾ ഈ പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന സംവിധാനം SNDP യോഗത്തിലും യൂണിയനിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയുണ്ടായത്. അതിനുശേഷം വർഷങ്ങളായി നമ്മൾ നടന്നു പോവുകയും ചെയ്യുകയായിരുന്നു. അതിനിടയിൽ SNDP യോഗത്തെ ലിക്വിഡേറ്റ് ചെയ്യാൻ കൊടുത്ത കേസ് നിങ്ങൾക്ക് ഓർമ്മ കാണും. ഏതാണ്ട് കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഫിനാൻസ് മിനിസ്റ്ററുടെ ഭാര്യയെ കൊണ്ടുവന്ന് ഏതാണ്ട് 10, 18, 20 വർഷക്കാലം മുമ്പ് SNDP യോഗത്തെ ലിക്വിഡേറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് കൊടുത്തുകൊണ്ട് കേസ് കൊടുക്കുകയുണ്ടായി. അതായത് ചിദംബരത്തിന്റെ ഭാര്യയെ കൊണ്ടുവന്നാണ് അന്ന് ഇവിടെ കേസ് കൊടുത്തത്. ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 25 ലക്ഷം രൂപ അവർക്ക് അന്ന് ഫീസ് കൊടുത്തതാണ്. ആ കേസ് വരികയും അന്ന് ഹൈക്കോടതിയിൽ തള്ളിക്കളയുകയും അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞ ഒരു 8 മാസം മുമ്പ് അവിടെ നിന്ന് തള്ളിപ്പോവുകയുണ്ടായി. അതായത് ലിക്വിഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള SNDP യോഗം, ആ SNDP യോഗം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ശാഖായോഗങ്ങളും യൂണിയനും വനിതാ സംഘവും യൂത്ത് കോൺഗ്രസും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗുരുദേവ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗുരുദേവന്റെ വിഗ്രഹം ഉൾപ്പെടെ വിറ്റ് കാശാക്കി കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ കമ്പനി എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്നാണ് ഇവര് ആവശ്യപ്പെടുത്തുകൊണ്ട് കേസ് കൊടുക്കുകയുണ്ടായത്. അതേ ആളുകൾ തന്നെ വളരെ വർഷങ്ങളായി പല പല കേസുകൾ കൊടുക്കുകയുണ്ടായി. നമ്മുടെ ഏതാണ്ട് കഴിഞ്ഞ യോഗവാർഷികം നമ്മൾ ഇലക്ഷൻ ഡേ ഡിക്ലെയർ ചെയ്തു, നോമിനേഷൻ കഴിഞ്ഞു. ആ സമയത്ത് കോടതിയിൽ കൊണ്ടത് പിന്നെയും കേസ് കൊടുത്ത ശേഷം അന്നത്തെ കോടതി കണ്ടെത്തിയത് SNDP യോഗത്തിന്റെ പ്രാതിനിധ്യ വോട്ടവകാശം അന്ന് നമ്മൾ എടുത്തിട്ടുള്ളൂ. അതായത് ഈ പറയുന്ന 50 വർഷക്കാലം മുമ്പ് നമ്മൾ വാങ്ങിയ ആ കാലഘട്ടത്തിൽ SNDP യോഗത്തിന് കേരളത്തിൽ മാത്രമേ ഓഫീസുകൾ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിന്റെ പുറത്തേക്കുള്ള സംസ്ഥാനങ്ങളിൽ ഓഫീസ് ഇല്ലായിരുന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതിന് 2 വർഷക്കാലം മുമ്പ് ഒരു പുതിയ നിയമം ഉണ്ടാക്കിയിരുന്നു. ഏതെങ്കിലും സംസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ അത് ഒരു കമ്പനി നോൺ പ്രോഫിറ്റബിൾ കമ്പനി ആണെങ്കിൽ അത് ആ സംസ്ഥാനത്തിന്റെ അണ്ടറിൽ വരുമെന്നും അതൊക്കെ ഒരു സംസ്ഥാനത്തിന് പുറത്തേക്കുള്ളതാണെങ്കിൽ അത് കേരളത്തിന് പുറത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളുള്ളതാണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റിൽ വരുന്നതുമാണ് അതുകൊണ്ട് നമുക്ക് പണ്ട് തന്ന ഉത്തരവ് തന്ന സമയത്ത് കേരളത്തിൽ മാത്രമേ SNDP യോഗത്തിന് ശാഖകൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അന്ന് തന്ന കേന്ദ്ര ഗവൺമെന്റ് തന്ന അനുവാദം ശരിയല്ല, അതുകൊണ്ട് അത് സ്റ്റേ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രാതിനിധ്യ വോട്ടവകാശം അന്ന് എടുത്തുകളയുണ്ടായത്. അത് യഥാർത്ഥത്തിൽ SNDP നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ അഡ്വക്കേറ്റ്മാർ എടുത്തിട്ടുള്ള ഉൾപ്പെടെയുള്ള ചില നിലപാടുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് ഉണ്ടാകുകയുണ്ടായി. അതിന് അപ്പം ആ കോടതി വളരെ വ്യക്തമായി പറഞ്ഞത് നിങ്ങൾക്ക് ഇന്ന് എവിടെയാണോ അപ്രോപ്രിയേറ്റ് ഏജൻസി, ആ അപ്രോപ്രിയേറ്റ് ഏജൻസിയിൽ നിന്ന് അനുവാദം വാങ്ങിക്കൊണ്ട് ഇലക്ഷൻ നടത്താം എന്ന് പറയുകയുണ്ടായി. നമ്മുടെ പഴയ കാലത്ത് 60,000-ഓളം അംഗങ്ങൾ ഉണ്ടായ സമയത്ത് നമുക്ക് ഇലക്ഷൻ നടത്താൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? ഈ യോഗവാർഷികം എന്ന് പറയുമ്പോൾ നമ്മുടെ ശാഖായോഗ നേതാക്കന്മാരും യൂണിയൻ നേതാക്കന്മാരുമാണ് ഇരിക്കുന്നത്. എല്ലാ ഭൂരിപക്ഷവും അറിയുള്ളൂ. നമ്മുടെ ശാഖായോഗത്തിന്റെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ശാഖായോഗ വാർഷിക പൊതുയോഗവും ഇലക്ഷനുമാണ്. അതുപോലെ തന്നെ യൂണിയൻ വാർഷിക പൊതുയോഗവും ഇലക്ഷനുമാണ്. അതുപോലെ തന്നെയാണ് യോഗ വാർഷിക പൊതുയോഗവും ഇലക്ഷനും. അതായത് നമ്മുടെ ഈ കമ്പനിയുടെ നിയമപ്രകാരം നമ്മുടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ ആ നമ്മുടെ ശാഖായോഗത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾ പോകുമ്പോ നമ്മുടെ വീട്ടിലുള്ള അച്ഛൻ വീട്ടിൽ നിന്നിട്ട് മകൻ വന്ന് വോട്ട് ചെയ്യാനുള്ള യാതൊരു അവകാശവും നമുക്കില്ല. നമ്മുടെ വീട്ടിൽ 5 വോട്ടർമാരുണ്ടെങ്കിൽ ആ 5 വോട്ടർമാരും ശാഖായോഗത്തിന്റെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ വന്നില്ല. വീട്ടിൽ നിന്ന് 3 പേരെ വന്നുണ്ടെങ്കിൽ ആ 3 പേർക്കേ വോട്ട് ചെയ്യാൻ പറ്റൂ.
രണ്ടുപേർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കെല്ലാം വാർഷിക പൊതുയോഗവും നമ്മുടെ അംഗങ്ങളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് വാർഷിക പൊതുയോഗമാണ് ശാഖായോഗത്തിന്റെ ആണെങ്കിലും യൂണിയന്റെ ആണെങ്കിലും യോഗത്തിന്റെ ആണെങ്കിലും നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള അവസ്ഥയിൽ ഏതാണ്ട് 50 വർഷക്കാലം മുമ്പ് 60,000 അംഗങ്ങളായപ്പോ നമുക്ക് എങ്ങനെ ഒരു സ്ഥലത്ത് ഈ 60,000 അംഗങ്ങളെയും വിളിച്ചു കൂട്ടി അവർക്ക് ഇതുപോലെ ഹോൾ ഉണ്ടാക്കി മീറ്റിംഗ് നടത്തി അത് വാർഷിക പൊതുയോഗവും ഇലക്ഷൻ നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നമുക്ക് പ്രാതിനിധ്യ വോട്ടവകാശത്തിലേക്ക് അന്ന് അനുവാദം വാങ്ങിക്കുകയുണ്ടായത്. പക്ഷെ ഇന്ന് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കണം. അന്ന് 60,000 ഉണ്ടായിരുന്ന SDP യോഗത്തിൽ ഇന്ന് 36 ലക്ഷം അംഗങ്ങളുണ്ട്. ഇന്ന് ഓരോ യൂണിയനും 50,000, 60,000, 1 ലക്ഷവും അംഗങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശാഖായോഗങ്ങളുടെ എണ്ണം നമുക്കറിയാം. നമ്മുടെ സംഘടനാ സംവിധാനം തന്നെ കഴിഞ്ഞ ഈ അരനൂറ്റാണ്ട് ഏതാണ്ട് 10-30 വർഷക്കാലം കൊണ്ട് ഒരുപാട് മാറുകയുണ്ടായി. അതായത് ഒരു SDP യോഗം ഇലക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഗോവ നിയമസഭാ ഇലക്ഷൻ നടത്തുന്ന അത്രയും വോട്ടർമാർ SDP യോഗത്തിലുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു സ്ഥലത്ത് വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇങ്ങനെ ഇലക്ഷൻ നടത്താൻ അങ്ങനെ ഇലക്ഷൻ നടത്തണമെങ്കിൽ പോലും ഒന്ന് ആലോചിക്കണം. ഒരാൾക്ക് 100 രൂപ ചെലവായാൽ 36 കോടി രൂപ വേണം. നമുക്കതിന്റെ സമ്പത്ത് എവിടെ? നമ്മുടെ പ്രാതിനിധ്യ വോട്ടവകാശം പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്നവർക്ക് പരിശോധിച്ചാലും ഇവിടുത്തെ മുഖ്യമന്ത്രി എടുത്താലും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും എടുത്തു കഴിഞ്ഞാലും എല്ലാം പ്രാതിനിധ്യ വോട്ടവകാശ പ്രകാരം തന്നെയാണ് നമ്മുടെ അവിടെ ഇലക്ഷൻ നടക്കാറുള്ളത്. SDP യോഗം സംബന്ധിച്ചിടത്താണ് 100-ൽ ഒരാള് യൂണിയന്റെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ, 200-ൽ ഒരാള് SDP യോഗത്തിന്റെ ഭാരവാഹിയെ തിരഞ്ഞെടുക്കാൻ, ശാഖായോഗത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാര് തീരുമാനിക്കുന്ന ശാഖായോഗത്തിന് വരുന്ന ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് യൂണിയന്റെയും യോഗത്തിന്റെയും ഒക്കെ നേതാക്കന്മാരെ എലക്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഇത് അറിയാവുന്ന ആളുകളല്ല, അറിയാത്ത ആളുകളൊന്നുമല്ല. അവര് മനഃപൂർവ്വം SDP യോഗത്തിൽ ആൾക്കാർ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഏതാണ്ട് 10-25 വർഷക്കാലമായി പലതരത്തിലുള്ള കേസുകൾ കൊടുത്തിട്ടും ഇന്ന് വരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ ഇവർക്ക് ആർക്കും SDP യോഗത്തിൽ കഴിഞ്ഞില്ല. സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയണം. കാരണം ലോകത്തിൽ ദൈവത്തിന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ, അത് SDP യോഗമാണ്. ആ സത്യാവസ്ഥ നിലനിൽക്കുന്നത് മാത്രമാണ് ഇത്രയും വർഷങ്ങളായി നമ്മുടെ സംഘടനയെ തകർക്കുവാൻ പിളർക്കുവാൻ നടന്നുള്ള ശ്രമങ്ങൾ ചരിത്രത്തിൽ ഇത് പരിശോധിച്ചാൽ SDP യോഗം സ്ഥാപിച്ച ഈ പറയുന്ന 120 വർഷങ്ങളായി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എല്ലാ കാലഘട്ടത്തിലും കോടാലിക്കൈകൾ ഉണ്ടായിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സംഘടനയെ തകർക്കാൻ നോക്കിയവരെല്ലാം ഈ സമുദായത്തിൽ നിന്നുള്ള ചില കോടാലിക്കൈകളായിരുന്ന സത്യാവസ്ഥ നമുക്കൊക്കെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഗുരുദേവന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെ എല്ലാ കേസുകളും ഏതാണ്ട് മുഴുവനായി തീർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോഴും കഴിഞ്ഞ ദിവസം വന്ന ഒരു കേസ് വന്നപ്പോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെയും അവിടെ ന്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് തിരിച്ചറിയണം. SDP യോഗത്തിന് ഈ കേസിന് കൊടുത്തു. ആ കേസ് കൊടുത്ത ശേഷം ഇവിടെ ഏതാണ് നമ്മുടെ അപ്രോപ്രിയേറ്റ് ഏജൻസി എന്നുള്ള നിലയ്ക്ക് കേരള സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു. കാരണം കേരള സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം SDP യോഗം സംബന്ധിച്ചോളം കേരള സർക്കാരിന് എന്തെങ്കിലും സാങ്ഷൻ വന്നാലും അത് വാലിഡ് ആകില്ല. കാരണം SDP യോഗത്തിൽ നിന്ന് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും പല പ്രദേശത്ത് നമുക്ക് ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നമുക്ക് സംഘടനാ സംവിധാനങ്ങളുണ്ട്. ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിന് പുറത്ത് തന്നെ നമുക്ക് ആസ്തിയുള്ളതാണ് SDP യോഗത്തിന്. നമ്മുടെ യൂണിയനുടെയും ശാഖയുടെയും ഒക്കെ ആസ്തികൾ ഓരോ പ്രദേശത്തും ബോംബെയിലും അതുപോലെ ബാംഗ്ലൂർ ഉൾപ്പെടെ ഡൽഹി ഉൾപ്പെടെ നിങ്ങളുടെ യൂണിയൻ ഓഫീസിനേക്കാൾ വലിയ യൂണിയൻ ഓഫീസാണ് ഇവിടെ ഡൽഹിയിൽ ചെന്നാൽ അവരുടെ യൂണിയൻ ഓഫീസ് എന്ന് പറയുന്നത്. അതുപോലെ ബാംഗ്ലൂരിന്റെ യൂണിയൻ ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ പറവൂർ യൂണിയൻ ഓഫീസിനേക്കാൾ വലിയ യൂണിയൻ ഓഫീസാണ്. അതുപോലെ സംഘടനാ സംവിധാനം എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ള ഒരുപാട് ആസ്തിയും നമ്മൾ ഉണ്ടാക്കിയുണ്ടായി. ശാഖായോഗങ്ങൾക്കും യൂണിയനുമൊക്കെ വലിയ ആസ്തികൾ അവിടേക്ക് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാന സർക്കാർ നമുക്ക് സഹായിക്കാൻ വേണ്ടി ഒരു ഓർഡർ തന്നാൽ പോലും നമ്മൾ സഹായിക്കാൻ കഴിയുകയില്ല. ആ സാഹചര്യത്തിൽ ഇതിനെ കുറിച്ച് മുഴുവൻ ലീഗലായി പഠിച്ച ശേഷം കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ അറിയിക്കുകയും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ഇന്നുള്ള നിയമം നിലനിൽക്കുന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന്റെ അഫിഡവിറ്റ് ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ ഹൈക്കോടതിയിൽ കൊടുക്കുകയുണ്ടായി. പ്രാതിനിധ്യ വോട്ടവകാശം നമുക്ക് നഷ്ടപ്പെടുത്തിയ ആ ഉത്തരവ് സെറ്റസൈഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SDP യോഗത്തിന് ജന്മനാൽ തന്നെ ഗുരുദേവൻ SDP യോഗം ഉണ്ടാക്കിയപ്പോഴാണ് അരിപ്പുറത്തും മറ്റുള്ള എല്ലാ പ്രദേശങ്ങളിലും സ്ഥാപിക്കാൻ വേണ്ടിയാണ് SDP യോഗം ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ലോകത്തിന്റെ ഏത് കോണിൽ സ്ഥാപിക്കുവാനും SDP യോഗം ഉണ്ടാക്കിയ സമയത്ത് ഗുരുദേവൻ എഴുതിയിട്ടുള്ള ബൈലോട് എഴുതി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ജന്മനാൽ തന്നെ SDP യോഗം
കേരളത്തിനും കേരളത്തിനോടത്തും ഇന്ത്യയിലും എവിടെയും ഉണ്ടാക്കാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് SNDPO എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് ആണ് എന്നും ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലാണ് SNDPO വരുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രാതിനിധ്യ അവകാശം നിലനിൽക്കുന്നതിന് ഉൾപ്പെടെയുള്ള വളരെ വ്യക്തമായിട്ടുള്ള അഫിഡവിറ്റ് കൊടുക്കുകയുണ്ടായി. അങ്ങനെ ആ കേസ് സെറ്റിസൈഡ് ചെയ്ത് പോയത് നിങ്ങൾക്ക് ഓർമ്മ കാണും. അത് നമ്മുടെ പ്രാതിനിധ്യ അവകാശം തിരിച്ചു കിട്ടി. ഇതിനുശേഷം നമ്മൾ ഇലക്ഷനിലേക്ക് മൂവ് ചെയ്തു. അതിനിടയ്ക്ക് ഒരു സ്റ്റേ വന്നു. ആ സ്റ്റേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലീഗലായി നമ്മൾ പഠിച്ചു കുറച്ച് അന്ന് ഈ കോടതിയിൽ നിന്ന് ഉത്തരവിട്ട സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ കമ്പനി അഫയേഴ്സിന് ഒരു ഫൈനലായി എല്ലാവരെയും കൂടെ വിളിച്ചു കിട്ടിക്കൊണ്ട് ഒരു ഫൈനൽ തീരുമാനം കൂടെ അറിയിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകാനാണ് പറയുകയുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇലക്ഷൻ നിർത്തി. നമ്മളൊപ്പം തന്നെ ഇവിടെ ആ സമയത്താണ് SNDPO നേതാക്കന്മാർക്ക് എല്ലാവർക്കും അയോഗ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് പറയുകയുണ്ടായി. ആ ഉത്തരവ് നിങ്ങൾ തിരിച്ചറിയണം. അതായത് എന്താ നമ്മുടെ ഇവിടുത്തെ ഡിവിഷൻ ബെഞ്ച് വളരെ വ്യക്തമായ SNDPO പ്രാതിനിധ്യാവകാശം ഉൾപ്പെടെ നമ്മളുടെ ഈ പറയുന്ന അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ കുഴപ്പമില്ലാതെ പറഞ്ഞതാണ് സിംഗിൾ ബെഞ്ച് SNDPO-നെതിരെ ഈ ഉത്തരവ് കൊടുക്കുകയുണ്ടായത്. അതിനുശേഷം ഡിവിഷൻ ബെഞ്ചിൽ തന്നെ പോയി കോടതി കണ്ടെത്തിയത് വളരെ വളരെ വ്യക്തമാണ്. അതായത് കോടതി ചോദിച്ചത് കേരള സർക്കാരിനോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഡിന്നില്ലാത്ത കാര്യം കേരള സംസ്ഥാന സർക്കാരിന്റെ ഡിന്നില്ലാത്തത് കൊണ്ടാണ് SNDPO നേതാക്കന്മാരെല്ലാവരും അയോഗ്യരായി എന്ന് കോടതികളുൾപ്പെടെ അയോഗ്യരായി എന്ന് പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് ഗവൺമെന്റ് പറഞ്ഞത്, ഞങ്ങൾക്ക് കേരള സംസ്ഥാന സർക്കാരിന് ഡിന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഡിൻ ഉണ്ടാക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള നടപടികൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ആലോചനയിലാണ്, അതിന്റെ ലീഗൽ ഒപ്പീനിയനിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചപ്പോ കോടതി ചോദിച്ചത് വളരെ വളരെ നിസ്സാരമാണ്. അതായത് ഇല്ലാത്ത ഒരു സാധനം എങ്ങനെ ഇവർക്ക് വാങ്ങിക്കാൻ കഴിയും? അതില്ലാത്ത, അതായത് ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയാത്ത ഒരു സാധനം വാങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇവരെ അയോഗ്യരാക്കാൻ കഴിയും? അങ്ങനെ ഒരു കാരണവശാലും അയോഗ്യത നിലനിൽക്കുന്നതല്ല. അങ്ങനെ ഒരു സാധനം ഇല്ല. കാര്യം കേരള സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് ഡിന്ന എന്ന് പറയുന്ന സംസ്ഥാന സാധ്യതയില്ല. ഡിന്ന എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പാസ്പോർട്ട് എന്താണോ അതുപോലെ തന്നെ ഒരു നമ്മുടെ ആധാർ കാർഡ് എന്താണോ അത് തന്നെയാണ് ഡിന്ന എന്ന് പറയുന്നത്. ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. ഒരു മനുഷ്യന്, ഇന്ത്യയിലുള്ള ഒരു പൗരന് ഒരൊറ്റ ഡിൻ നമ്പറേ പാടുള്ളൂ, ഒരു പാസ്പോർട്ടേ പാടുള്ളൂ, ഒരു ആധാർ കാർഡേ പാടുള്ളൂ. അത് നിയമമാണ്. അതല്ല രണ്ടാമതൊരെണ്ണം ഉണ്ടാക്കിയാൽ അവൻ ക്രിമിനൽ കുറ്റത്തിൽ അകത്തു പോകും. ഇതാണ് സത്യാവസ്ഥ. അപ്പൊ കേരള സംസ്ഥാന സർക്കാരിന്റെ ഡിന്നില്ലാത്ത അതുകൊണ്ട് ഒരു കാരണം നിങ്ങൾക്ക് അങ്ങനെ നിയമമില്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെ ഇവരെ അയോഗ്യരാക്കാൻ കഴിയും? അതുകൊണ്ട് ഒരിക്കലും അയോഗ്യരല്ല, അവരാരും അയോഗ്യരല്ല. അതുകൊണ്ട് തന്നെയാണ് അന്ന് വളരെ വ്യക്തമായി സ്റ്റേ കൊടുക്കുകയുണ്ടായത്. അതുപോലെ കണക്കിനെയും മറ്റും കുറിച്ചുൾപ്പെടെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് കോടതിയിൽ നിന്ന് വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞപ്പോഴാണ് നേരെ സുപ്രീം കോടതിയിൽ നമ്മുടെ ഈ പറഞ്ഞ പ്രാതിനിധ്യാവകാശത്തിന്റെ സെറ്റിസൈഡ് ചെയ്തുകൊണ്ട് പ്രാതിനിധ്യാവകാശം നമുക്ക് തിരിച്ചു തന്നല്ലോ, ആ കേസ് സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ വന്നു. നിങ്ങളിത് മനസ്സിലാക്കണം. സുപ്രീം കോടതിയിൽ ഈ കേസ് വാദിക്കുന്ന ആളുകൾ ഒരാൾ പോലും ഒരു ഇൻകം ടാക്സ് പേ ചെയ്യോ ഒരു സാമ്പത്തികമായി സൗകര്യമുള്ള ആളുകളല്ല. അവര് കിട്ടാവുന്ന പല ചടങ്ങുകളിൽ നിന്നും പണം വാങ്ങുന്നത് അവരുടെ ജീവിത നിലവാരം ഓരോ ദിവസവും ഉയരുന്നത് കൊല്ലത്തുള്ള നമ്മുടെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഏതാണ്ട് ഈ ആദ്യത്തെ കേസിൽ ഞാൻ വന്ന വക്കീലന്മാരെ കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. അവിടെ വിളിച്ചപ്പോ ഏതാണ്ട് ഏറ്റവും കുറഞ്ഞത് 30-35 ലക്ഷം രൂപ എങ്കിലും കൊടുക്കാതെ ഇത്രയും വക്കീലന്മാര് അവിടെ ഇറങ്ങി നിൽക്കിയില്ല. അപ്പൊ ഇതിന്റെ പുറകിൽ ഫണ്ട് ചെയ്യാൻ പലരില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടേ? കാരണം കേരളത്തെ സംബന്ധിച്ചോളം ഇവിടുത്തെ ഒരു സമുദായങ്ങളും ഒരു കാരണവശാലും SNDPO വളർച്ച ആഗ്രഹിക്കുന്ന കൂട്ടായ്മ ആഗ്രഹിക്കുന്നവരല്ല എന്ന സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയണം. കേരളത്തിലെ 3-1 വരുന്ന ഈ വിഭാഗം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഗുരുദേവൻ നമുക്ക് ഉണ്ടാക്കി തന്ന ഈ SNDPO എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിലൂടെ മാത്രമാണ് എന്ന തിരിച്ചറിവുള്ളവരാണ് കേരളത്തിലെ എല്ലാ ബുദ്ധിജീവികളും. അതുകൊണ്ട് തന്നെ എങ്ങനെയും തകർക്കുക എന്നുള്ള നിലപാടുമായി ഇവരിതിന് പണം നൽകുകയും അവിടേക്ക് ഈ കേസുമായി വന്നു കഴിഞ്ഞപ്പോ കോടതി വളരെ വ്യക്തമായി പറയുകയുണ്ടായി, അത് കേന്ദ്ര ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് തീരുമാനമെടുത്ത് അറിയിക്കട്ടെ, അവിടെ സുപ്രീം കോടതി അറിയിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോടതി പറയുകയുണ്ടായി. അത് നമുക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസമാണ്. കാരണം ഇനി ഇത് കേന്ദ്ര ഗവൺമെന്റ് ഓൾറെഡി ഇതിന് അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞു. ഈ അഫിഡവിറ്റ് എല്ലാം കഴിഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ കേസ് സെറ്റിസൈഡ് ചെയ്ത് നമ്മുടെ പ്രാതിനിധ്യ തിരിച്ചു കിട്ടി. ഇനി കേന്ദ്ര ഗവൺമെന്റ് ഫൈനലായിട്ടുള്ള
ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ അത് നേരെ ക്ലിയർ ചെയ്ത് വരുന്നത് സുപ്രീം കോടതിയിൽ നിന്നാണ്. അതിനെതിരെ പിന്നെ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ചെറിയ കോടതികൾ ഇവര് കേസ് നമ്മളെ കൊടുത്ത് എങ്ങനെയും ഇലക്ഷൻ നടത്താതെ സംഘടനയെ തകർക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾക്ക് എന്നേക്കുമായിട്ടുള്ള അവരുടെ ഈ പറയുന്ന കളിക്കുള്ള അവസാനമാണ് ഗുരുദേവൻ നിശ്ചയം കൊണ്ട് ഇപ്പൊ എത്തിയിരിക്കുന്നത്. അതാണ് യഥാർത്ഥ SNDPO നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഗുരുവിന്റെ നിശ്ചയമാണ്. കാരണം നമുക്ക് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് കംപ്ലീറ്റ് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ യൂണിയൻ തന്നെ നമ്മുടെ യൂണിയന്റെ നേതാക്കന്മാരായിട്ടിരുന്ന മാന്യന്മാര് അടിച്ചുകൊണ്ടുപോയ പണത്തെ കുറിച്ച് ഞാൻ പറയാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്നവരാണ്. ഇങ്ങനെ കേരളത്തിൽ കുറെ കള്ളന്മാരുണ്ട്. ഏതാണ്ട് ഒരു 8 or 10 യൂണിയനുകളിൽ ഇതുപോലെ സാമ്പത്തിക ക്രമക്കേട് പണം അടിച്ചോണ്ട് പോയ ആളുകളുണ്ട്. പക്ഷെ അവർക്കെതിരെ നടപടിയെടുക്കാൻ നമ്മൾ ചെല്ലുമ്പോ അവർക്ക് പല നിയമത്തിന്റെ ആനുകൂല്യങ്ങളും നമ്മുടെ SNDPO ബൈലോയുടെ പഴുതുകളുമെല്ലാം അവരുപയോഗിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു നമ്മൾ കാണുന്നവരാണ്. നിങ്ങളുടെ യൂണിറ്റ് തന്നെ എത്ര കോടി രൂപ ഈ കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന നേതാവ് എടുത്തോണ്ട് പോയി അറിയാവുന്നവരാണല്ലോ നിങ്ങൾ ഓരോരുത്തരും. ഇതുപോലെ തന്നെ കോട്ടയം യൂണിയൻ എടുത്താലും, അതുപോലെ തന്നെ ചെങ്ങന്നൂർ യൂണിയൻ എടുത്താൽ, അതുപോലെ തന്നെ അടൂർ യൂണിയൻ എടുത്താൽ ഇങ്ങനെ വിരലിലുണ്ടാവുന്ന ഏതാണ്ട് 8 or 10 യൂണിയൻ യഥാർത്ഥ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് 15,000 കോടി രൂപ നമ്മൾ വിതരണം ചെയ്തപ്പോ അതിനേതാണ്ട് ചെറിയ ഒരു പണമാണ് നമ്മൾ അത് വളരെ ഭംഗിയായി നമ്മൾ വിതരണം ചെയ്ത് കേരളത്തിലെ 99% വരുന്ന ശതമാനം യൂണിയനുകളും ശാഖകളും വനിതാ സംഘവും യൂത്ത് മൂവ്മെന്റും വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തെ ചില സ്ഥലങ്ങളിലുള്ള ചില ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ശാഖായോഗത്തിന്റെയും യൂണിയന്റെയും വനിതാ സംഘത്തിന്റെയും യൂത്തിന്റെയും യൂണിയന്റെയും ഒക്കെ നേതാക്കന്മാരെ അവരൊക്കെ ഏതാണ്ട് വലിയ കുഴപ്പക്കാരാണ് എന്ന് മറ്റുള്ള സമുദായത്തിനിടയിലേക്ക് ആലോചിക്കുന്ന തരത്തിലേക്ക് പലപ്പോഴും എത്തുന്നില്ലേ? ഇപ്പൊ ബിജുവിന്റെ പുളിക്കരത്തിന്റെ തന്നെ യൂണിയൻ അവിടെ അടുത്തുള്ള അവിടെ യൂണിയന്റെ അവിടുത്തെ അടിമാലി യൂണിയനിലെ യൂണിയൻ പ്രസിഡന്റ് സെക്രട്ടറി ജയിലിൽ പോയത്. യൂണിയൻ പ്രസിഡന്റിലെ സെക്രട്ടറി ജയിലിൽ പോയാണ് അവിടുത്തത്. കാര്യം വേറൊന്നുമില്ല, മൈക്രോ ഫിനാൻസിന് പണമെടുത്ത് മുഖം മാറ്റി വേറെ എടുത്തിട്ട് പോയി. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ മുഴുവൻ ഇതിലൊക്കെ അവസാനം വരുന്നതായിരിക്കും. നമ്മൾ വളരെ നിയമപരമായിട്ടുള്ള കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് ആക്ടിന്റെ പേരിൽ മുഴുവൻ നമുക്ക് നിയമപരമായിട്ടുള്ള മുഴുവൻ പരിരക്ഷയും കിട്ടുന്ന തരത്തിലേക്ക് ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം കൂടുതൽ സംഘടനാ പ്രവർത്തനത്തിന് കൂടുതൽ സജീവമായി നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഞാൻ എപ്പോഴും വിജയത്തിലൂടെ പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോൾ എപ്പോഴും പറയും, കാരണം ഗുരുദേവ ദർശനം ഞങ്ങൾ എല്ലാവരും നമ്മുടെ ഉള്ള അത്യാവശ്യം മുഴുവൻ ആളുകളും മുഴുവൻ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ SNDPO ആനുകാലിക വിഷയങ്ങളും നമ്മുടെ സമുദായം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും നിങ്ങളൊക്കെ കൂടുതൽ പറയേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് പറയുന്നത് കൊണ്ടാണ് മറ്റുള്ള സമുദായങ്ങൾ നമ്മളെക്കാളൊക്കെ ഒരുപാട് മുമ്പോട്ട് പോകുന്നത് സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയുന്നത്. ഗുരുദേവ ദർശനം പറയുന്നതോടൊപ്പം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ സീനിയറായിട്ടുള്ള നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് മുഴുവൻ കാണാപ്പാടം അറിയാവുന്നവരാണ്. പക്ഷേ നമ്മുടെ ആനുകാലികമായിട്ടുള്ള പല പ്രശ്നങ്ങളും അതിന്റെ പല ആംഗിളുകളും പലപ്പോഴും നമ്മുടെ ആളുകൾ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കുവാൻ ഇതിനെ കൂട്ടുള്ള നമ്മുടെ എല്ലാ പ്രാസംഗികരും എല്ലാവരും അതിന് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കുറച്ച് സമയമെങ്കിലും നമ്മുടെ ഇതിനു വേണ്ടി ചെലവാക്കിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ നമ്മുടെ സമുദായത്തെ സംഘടനയെ എന്നും ഇതെല്ലാം നമുക്ക് ഗുരുദേവൻ പറഞ്ഞ സംഘടന എന്ന വലിയ മുദ്രാവാക്യം നമുക്ക് പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ SNDPO അല്ലാതെ മറ്റൊരു പ്രസ്ഥാനമില്ല എന്ന സത്യാവസ്ഥ നമുക്ക് തിരിച്ചറിവുണ്ടാകും. നമ്മുടെ ദർശനത്തെ തന്നെ എടുത്ത് വളച്ചൊടിച്ച് തന്നെയല്ലേ നമ്മുടെ മുമ്പിൽ എപ്പോഴും പറയുന്നത് ഗുരുദേവൻ ഹിന്ദു ആചാരങ്ങൾക്കെതിരായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് ബുദ്ധികൾ നമ്മളെ കാണുന്നതല്ലേ? എവിടെയാണ് എങ്ങനെയാണ് ഇവർക്ക് പറയാൻ കഴിയുക? ഗുരുദേവന്റെ മുഴുവൻ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ ഏതാണ്ട് 52ഓളം ക്ഷേത്രങ്ങൾ ഗുരുദേവന്റെ തൃക്കൈകളാലോ അതല്ലെങ്കിൽ ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഹിന്ദു ആചാര പ്രകാരം തന്നെയായിരുന്നു. ഗുരുദേവനുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ എടുത്തു നോക്കി ശിവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ബഹുഭൂരിപക്ഷം ശിവഗിരി ഉൾപ്പെടെയുള്ള ഓരോ കാര്യങ്ങളും. ഈ സത്യാവസ്ഥകൾ മുഴുവൻ നമ്മുടെ മുമ്പിൽ നിൽക്കേ ഗുരുദേവനെ തന്നെ ഗുരുദേവ ദർശനത്തെ തന്നെ അതിന്റെ വാലും മൂലയും അവിടെയും ഇവിടെയും എടുത്തുകൊണ്ട് അത് നമുക്കെതിരെ ഉപയോഗിക്കുവാൻ ജാതി പറയാൻ അവകാശമില്ലാത്തവരാണ് SNDPO നേതാക്കന്മാർ. എങ്ങനെ SNDPO നേതാക്കന്മാർക്ക് ജാതി പറയാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോ അതിന്റെ ബൈലോ എന്നെടുത്ത് വായിക്കണം. വളരെ വ്യക്തമായി ഗുരുദേവൻ എഴുതി വെച്ചിട്ടുള്ള ബൈലോ എഴുതി വെച്ചിട്ടുള്ള എന്താണ്? ഈഴവന്റെ വിദ്യാഭ്യാസപരമായും വ്യാവസായികമായും വൈദികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ സംഘടന ഉണ്ടാക്കുന്നതെന്ന് വളരെ വ്യക്തമായി ഗുരുദേവൻ തന്നെ ആയുഷ്കാല പ്രസിഡന്റ് ആയിട്ടിരുന്ന ഗുരുദേവന്റെ അനുഗ്രഹത്തോട് ഉണ്ടായിട്ടുള്ള ബൈലോ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഞാനോ നിങ്ങളോ എഴുതിയല്ല.
അതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം എറണാകുളത്ത് വെച്ച് നടന്ന ഒരു വാർഷിക പൊതുയോഗത്തിലാണ് ഈഴവാത്തി വില്ലവ തീയ എന്ന് പോലും എഴുതുകയുണ്ടായത്. ഇതാണ് സത്യാവസ്ഥ. ഈ സത്യാവസ്ഥകൾ മുഴുവൻ നമ്മുടെ മുമ്പിൽ നിൽക്കെ ഒരു ദർശനത്തെ പോലും വളച്ചൊടിച്ചുകൊണ്ട് SNDP യോഗത്തിന് സ്ഥാപിത ലക്ഷ്യങ്ങൾക്ക് നേടി നിൽക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വഴിമാറി പോവുകയുണ്ടായി. കാര്യം SNDP യോഗം സ്ഥാപിച്ച് മഹാനായ ശങ്കർ സാറിന്റെ കാലഘട്ടം വരെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതിയ നേതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം ഏതാണ്ട് ഇന്നത്തെ യോഗ നേതൃത്വം വരുന്നതിന് മുമ്പുള്ള ഒരു 32 വർഷക്കാലമുണ്ട്. ഈ 32 വർഷക്കാലമാണ് നമ്മുടെ സ്വത്വം പോലും ബോധം പോലും നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാൻ നമ്മുടെ SNDP യോഗ നേതാക്കന്മാരാരും SNDP യോഗത്തിന്റെ എന്തിനു വേണ്ടിയാണോ ഗുരുദേവൻ സ്ഥാപിച്ചിരുന്നത് അതിനുവേണ്ടി പ്രവർത്തിച്ചതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. ചരിത്രം എടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവിടെ SNDP യോഗ പ്രവർത്തനത്തിനേക്കാൾ ഉപരി അവരെയൊക്കെ വിശ്വസിക്കുന്ന അതല്ലെങ്കിൽ അവരെയൊക്കെ നേതാക്കന്മാരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അതിലേക്ക് വലിയ നേതാവാകാനും മന്ത്രിയാകാനും MLA ആകാനും മെച്ചപ്പെട്ട ശ്രമങ്ങൾ മാത്രം SNDP യോഗത്തിലൂടെ നടത്തി എന്നതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സംഘടനാപരമായി നമ്മൾ താഴേക്ക് പോയ ഒരവസ്ഥയിലാണ് ഇന്നത്തെ യോഗത്തിൽ കഴിഞ്ഞ 30 വർഷക്കാലം മുമ്പ് അധികാരത്തിൽ വരികയും SNDP യോഗം സ്ഥാപിക്കുന്ന സമയത്ത് ഗുരുദേവൻ പറയുന്നുണ്ട്, കടപ്പുറത്തെ മണ്ണ് പോലെയാണ് ഈ സമുദായം. ആ ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട് 100 വർഷം കഴിയുമ്പോൾ നമ്മുടെ യോഗം നന്നാകുമെന്ന ഗുരുദേവന്റെ അനുഗ്രഹമുള്ള നാടുകളിലാണ് ഇന്നത്തെ യോഗ നേതൃത്വം അധികാരത്തിൽ വരികയുണ്ടായത്. അതായത് SNDP യോഗം സ്ഥാപിച്ച് 96 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നത്തെ യോഗ നേതൃത്വം അധികാരത്തിൽ വരികയും അതിനുശേഷം നമ്മുടെ ശാഖായോഗങ്ങളും നമ്മുടെ കുടുംബ യൂണിറ്റുകളും മൈക്രോ യൂണിറ്റുകളും നമ്മുടെ വനിതകളും യൂത്ത് മൂവ്മെന്റും എല്ലാം നമ്മുടെ സംഘടനയിലെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്രയും അധികം വളർച്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. വരാൻ വേണ്ടി പോകുന്ന തലമുറയെ കൂടുതൽ SNDP യോഗത്തിൽ നിന്നും നമ്മൾ എന്തിനു വേണ്ടിയാണ് SNDP യോഗം ഉണ്ടാക്കിയതെന്നും അതുപോലെ ഗുരുദേവൻ ദർശനത്തെ കുറിച്ച് അവരെ കൂടുതൽ ബോധവാന്മാരാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെ പോലും നോക്കിയാൽ കുട്ടികൾ കുറവാണ്. നമ്മുടെ വരും ദിവസങ്ങളിൽ കൂടുതൽ കുട്ടികളെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങൾ, യൂത്ത് മൂവ്മെന്റ് പ്രവർത്തനങ്ങൾ, വനിതാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുവാൻ നിങ്ങളുടെയൊക്കെ കഴിയട്ടെ എന്ന് ഗുരുദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുഭവത്തോടുകൂടെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.